ഫോർ വീലർ സ്കൂട്ടറിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള 75 ആളുകൾ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, റൈസ് കോളേജ് മാനേജർ ശ്രീ ജോയച്ചൻ, നമ്മുടെ ഫൗണ്ടേഷൻ പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ആദ്യമായിട്ട് ഞാനിന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബഹുമാനായ മന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ ജന്മദിനവും ഇന്ന് തന്നെയാണ് എന്നറിയുമ്പോൾ എനിക്ക് അത് എന്നും ഒരു സ്ഥലത്ത് കുറിച്ച് വയ്ക്കാതെ ഓർത്തെടുക്കാൻ പ്രയാസമുണ്ടാകില്ല. കാരണം എൻ്റെയും ജന്മദിനം. മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ജനിച്ചത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഞാൻ ജനിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം. മണപ്പുറം ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് 2009-ലാണ്. പലപ്പോഴും CSR എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് കൊടുക്കേണ്ടതാണ് അല്ലോ എന്നുള്ളത്. ഈ CSR മാൻഡേറ്ററി ആകുന്നത് 2014-ലാണ്. എന്നാൽ 2009 മുതൽ തന്നെ ഇത് ആരെങ്കിലും ലോകത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് CSR മാൻഡേറ്ററി ആയിട്ടുള്ളത്. അത് ഇന്ത്യയിൽ മാത്രമാണ്. മറ്റു സ്ഥലത്തും CSR മാൻഡേറ്ററി അല്ല. എന്നാൽ ഇന്ത്യയിൽ CSR മാൻഡേറ്ററി ആക്കുന്നതിന് മുമ്പ് തന്നെ 2009 ഇന്ന് ആ മാൻഡേറ്ററി ആയിട്ടുള്ള സംഖ്യ അല്ലെങ്കിൽ അതിലധികം ചെലവഴിച്ചുകൊണ്ട് ആണ് 2009 മുതൽ മണപ്പുറം ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. ഇന്ന് ഇത്രയും ഈ സാന്നിധ്യം, ഇത്രയും MLA-മാരുടെയും മന്ത്രിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായത് ഞങ്ങൾക്ക് വളരെയധികം നന്ദി. ഇതൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങൾ കേരളത്തിൽ ഉടനീളം 500-ലധികം വീടുകൾ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം 500-ലധികം വീടുകൾ നേരിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് സഹായം ചെയ്തുകൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനുള്ള വലിയൊരു അവസരമുണ്ടായിരുന്നു. മറ്റൊരു അവസരമായിരുന്നു കോവിഡ് പീരീഡിൽ സ്കൂളുകളൊക്കെ അടച്ചപ്പെടും. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അന്ന് പെട്ടെന്ന് മൊബൈൽ ഫോണുകൾ കിട്ടാതെ അന്ന് നേരിട്ട് മൊബൈൽ ഫോൺ ഫാക്ടറികളിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് 10,000-കണക്കിന് മൊബൈൽ ഫോണുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയും കേരളത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞങ്ങൾക്ക് ഇടപെടാനുള്ള വലിയൊരു അവസരം ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ഡയാലിസിസ് മെഷീനുകൾ, പ്രത്യേകിച്ച് ആവശ്യം നോക്കി കോവിഡിന് ശേഷം വെന്റിലേറ്ററുകൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ വന്നപ്പോൾ അന്ന് വെന്റിലേറ്റർ വരുത്തിക്കൊണ്ട് 9 വെന്റിലേറ്ററാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇതൊക്കെ ചെയ്യാനായിട്ട് ഉള്ള അവസരം ഉണ്ടാക്കണമെങ്കിൽ, ശരിയായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ മണപ്പുറം ഫൗണ്ടേഷൻ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അത് നമ്മളെപ്പോഴും ആശ്രയിക്കുന്നത് ജനപ്രതിനിധികളെയാണ്. ആർക്കൊക്കെയാണ് വീടിൻ്റെ ആവശ്യമെങ്കിൽ അതിൽ പറ്റാവുന്നതായിട്ടുള്ള സഹായം എത്തിക്കുക. ഒരു ഡയാലിസിസ് ആയാലും ഇങ്ങനെയുള്ള ഓരോ ക്രൈസിസ് ആ നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ വലിയ സഹായം ചെയ്യുന്ന ആളുകളാണ്.
കേരളത്തിലുടനീളമുള്ള ജനപ്രതിനിധി. ഇന്ന് 75-ാം വർഷം ആഘോഷിക്കുമ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടി ആയിട്ടുള്ള മലബാർ ഫൗണ്ടേഷൻ്റെ CEO ജോർജി ദാസ് എന്നോട് പറഞ്ഞു, എൻ്റെ പിറന്നാൾ ആഘോഷിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പിറന്നാൾ അറിയിക്കരുത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഓരോ പിറന്നാളും യഥാർത്ഥത്തിൽ കൗണ്ട് ഡൗൺ ആണ്. ഞങ്ങളുടെ കൗണ്ട് അപ്പ് ചെയ്യല്ല, കൗണ്ട് ഡൗൺ ആണ്. നമുക്ക് കിട്ടിയ അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാരുടെ ജീവിതത്തിൽ നിന്നും വിട പറയാനുള്ള കാലം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും പറഞ്ഞു, എന്നാൽ ചെറുതായിട്ട് അദ്ദേഹം ചെയ്യാം. അങ്ങനെയാണ് ജോർജി ദാസും ജോർജ് മുഖേന ശില്പിയൊക്കെ കൂടി ഇട്ടാണ് 75 സ്കൂളുകൾ കൊടുത്തുകൊണ്ട് തുടങ്ങാം എന്ന് വെച്ചത്. അതുകൊണ്ട് അവരെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുക. ഞാൻ കൂടുതൽ ബന്ധിപ്പിക്കുന്നില്ല. ഈ ഞങ്ങൾക്കിത് കൊടുത്തപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളോ അല്ലെങ്കിൽ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പലപ്പോഴും ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകളായാലും അവരുടെയും ആഗ്രഹങ്ങൾക്കും ഇതിനും ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഹാൻഡിക്യാപ്പ് അവരെ ചിന്തിക്കുന്നതിൽ നിന്നും അവരൊട്ടും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കൊടുത്തൊരു കുട്ടിക്ക് ഇതിനുള്ള ഒരു സ്കൂട്ടർ കൊടുത്തൊരു കുട്ടിക്ക് 2 കൈയുമില്ല. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും കഴിയുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിന്ന് തന്നെ ആ കുട്ടി ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ആ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കുന്നത്. ബഹുമാനായിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് മറ്റൊരു കാര്യം. ഞാൻ കഴിഞ്ഞ തവണ അതിനു മുമ്പ് 75 അങ്ങനെയുള്ള സ്കൂട്ടറുകൾ കൊടുത്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അത് 2 പേര് അത് വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഇന്ത്യ മുഴുവൻ കാണാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹം നിറവേറ്റി എന്നുള്ളത്. വീൽസ് ഓഫ് വീൽസ് എന്ന് 2024 എന്ന് പറഞ്ഞ് പേരിടുമ്പോൾ ആഗ്രഹങ്ങളുടെ ആ ചിറകുകൾ ഉയരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. ഞാൻ കൂടുതൽ ബന്ധിപ്പിക്കുന്നില്ല. ഇന്ന് ഇവിടെ എത്തിയ ബഹുമാനായ മന്ത്രിയോട്, അതുപോലെ ബഹുമാനരായ MLA-മാരോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും അംഗങ്ങളോടും ഈ അവസരത്തിൽ ഞങ്ങളോട് കൂടാൻ ഒത്തുചേരാൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായിട്ടുള്ള നന്ദിയല്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള 75 സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.